എന്തായാലും മറ്റ് കടകളിലേക്ക് തീ പിടിക്കുന്ന സാഹചര്യം ഉണ്ടോ? അത് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ രതീഷ്? പ്രധാനമായും ഈ ഫയർ യൂണിറ്റുകൾ ശ്രമിക്കുന്നത് മറ്റ് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഒരുപക്ഷെ അത് ശ്രമകരമാണ് എന്ന് തന്നെ എല്ലാവർക്കും അറിയാം. പക്ഷേ അതിനുള്ള എല്ലാ സാധ്യതയും ഇല്ലാതാക്കാനുള്ള തീയണയ്ക്കൽ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിൻ്റെ തൊട്ടടുത്ത സ്ഥാപനങ്ങളിലേക്ക് തീ പടർന്നു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റുമോ എന്ന ആശങ്ക അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതാണ് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നത്. എന്തായാലും ഈ സ്ഥാപനത്തിൻ്റെ ഏകദേശം പൂർണ്ണമായും ഭാഗം കത്തി തീർന്നു കഴിഞ്ഞു. കാരണം ഈ മറ്റ് പലയിടങ്ങളിലും ഈ തീ കത്തി, അതായത് ഈ കനത്ത പുക ഉയരുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ നിരവധി ഉണ്ട്. അതുകൊണ്ട് തന്നെ പലരും മാസ്ക് ഉപയോഗിച്ചിട്ടാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമ്മൾക്ക് കാണുന്നത് നേരത്തെ തീ അണച്ച് സുരക്ഷാ പ്രവർത്തകർ പോയ ഭാഗമാണ്. ആ ഭാഗത്തുനിന്ന് വീണ്ടും കനത്ത തീ ഉയരുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. കാരണം വളരെ പൊടുന്നനെ ഈ തുണിക്ക് തീ പടർന്നാൽ അത് പൊടുന്നനെ ശ്രമകരമാണ്. അത് അണയ്ക്കൽ, അത് കെടുത്തൽ ശ്രമകരമാണ്. അത് തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ആദ്യം പ്രാഥമികമായി തീ അണഞ്ഞു എന്ന് തോന്നുമെങ്കിലും അതിൻ്റെ അടിയിൽ ഈ തുണിക്ക് തീ പിടിച്ച കനലുകൾ നിൽക്കുന്നു. അത് വീണ്ടും വ്യാപിച്ച് തീ പടരുന്നതിലേക്ക് നയിക്കുന്നു. അതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിയന്ത്രണ വിധേയമാക്കാൻ പറ്റും എന്ന് തന്നെയാണ് പറയുന്നത്. മറ്റിടങ്ങളിലേക്ക്, ഇതര വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള കർശന ജാഗ്രതയാണ് ഇപ്പോൾ ഈ തീയണയ്ക്കുന്ന ആളുകൾ മുഴുവൻ, സന്നദ്ധ പ്രവർത്തകരും എല്ലാവരും നടത്തുന്നത്. എന്തായാലും ആളുകൾ ഇവിടെ നിന്ന് മാറി നിൽക്കണമെന്ന കർശനമായ നിർദ്ദേശം പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. കാരണം ആശങ്കപ്പെട്ട വ്യാപാരികളും തൊഴിലാളികളും ഉൾപ്പെടെ ഇവിടെ തടിച്ചുകൂടുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും കരിപ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന ഫയർ യൂണിറ്റ് ഉൾപ്പെടെ ശക്തമായി തീയണയ്ക്കാനുള്ള ശ്രമത്തിലാണ്. കാരണം കൂടുതൽ ശക്തിയിലും ദൂരത്തിലും വെള്ളം എത്തിക്കാനാണ് എയർപോർട്ടിൻ്റെ ഈ അഗ്നിശമന വാഹനം എത്തിയത്. ആ വാഹനം ഉപയോഗിച്ചാണ് ഇപ്പോൾ തീയണയ്ക്കാൻ ശ്രമിക്കുന്നത്. കാരണം ശക്തിയിലും ദൂരത്തിലും വെള്ളം എത്തുക എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിലുള്ളത്. വളരെ പെട്ടെന്ന് തീയണയ്ക്കാനുള്ള ശ്രമകരമായ ദൗത്യമാണ്. എന്തായാലും കരിപ്പൂരിൽ നിന്ന് എയർപോർട്ട് അതോറിറ്റിയുടെ ഫയർ യൂണിറ്റ് എത്തിച്ചത് ഈ തീയ് വളരെ ഗൗരവമായിട്ട് വളരെ പൊടുന്നനെ നിയന്ത്രിക്കേണ്ടതാണ് എന്ന ബോധ്യത്തിൽ തന്നെയാണ് ഇവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ. എന്തായാലും ഏകദേശം ഇതിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ പലയിടങ്ങളിലും നേരത്തെ തീ അണച്ച ഭാഗങ്ങളിൽ തീ പിടിക്കുന്നു എന്ന് തന്നെ ഏറ്റവും വലിയ ആശങ്ക. പക്ഷേ മറ്റ് ഇടങ്ങളിലേക്ക് മറ്റ് ഇതിൻ്റെ ഇതര വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് തീ പടരുന്ന ആശങ്ക നിലവിലില്ല എന്ന് തന്നെയാണ് ഈ തീ അണയ്ക്കുന്ന ഫയർ യൂണിറ്റിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറയുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ കെടുത്തിയ പല ഭാഗങ്ങളിലും തീ വീണ്ടും പടരുന്നതാണ് ആശങ്കയുണ്ടാക്കുന്നത്. എന്തായാലും ഈ മൊത്ത വ്യാപാര വസ്ത്ര സ്ഥാപനത്തിലെ തുണിത്തരങ്ങൾ പൂർണ്ണമായും, അല്ലെങ്കിൽ ആ വസ്ത്രസ്ഥാപനം പൂർണ്ണമായും കത്തി നശിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പൂർണ്ണമായും അതിനെ അഗ്നി വിഴുങ്ങി. കാരണം അതിൻ്റെ മുകൾ ഭാഗം ഉൾപ്പെടെ പൂർണ്ണമായും കത്തി. ആ ദൃശ്യങ്ങളിൽ കാണാവുന്നത് ആ ഭാഗത്ത് വലിയ തരത്തിൽ തീ പടരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ആശങ്കയാണ്. ഇതിന് തൊട്ടടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളുണ്ട്, കെട്ടിടങ്ങളുണ്ട്, നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അതിലേക്ക് പടരുമോ എന്ന ആശങ്കയാണ് ഈ ഘട്ടത്തിലുള്ളത്. അത് തടയുക എന്നാണ് പ്രാഥമികമായും ഇപ്പോൾ ഫയർ യൂണിറ്റുകൾ നടത്തുന്നത്. മാത്രമല്ല ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കുക, അതിനുള്ള ശ്രമം കൂടെയാണ് ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും ഈ തീപിടുത്തം ഉണ്ടായതോടെ തുടർന്ന് സുരക്ഷാ സേന അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ നിയന്ത്രണം ഉണ്ടാകുന്നു. കാരണം കൂടുതൽ ആളുകൾ ഇവിടെ എത്തുന്നു. ഈ തീ കെടുത്തുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ ആളുകൾക്ക് പരിക്കേൽക്കാനും അത്തരത്തിലുള്ള സാധ്യതയുണ്ട്. അതെല്ലാം ഒഴിവാക്കുക എന്നതുകൊണ്ട് തന്നെ അപകടകരമായ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുന്ന് മാറി നിൽക്കണം എന്നുള്ള നിർദ്ദേശങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. എന്തായാലും വളരെ സജീവമായി തന്നെ ഈ തീയണയ്ക്കൽ ഒരു ഭാഗത്ത് തുടരുമ്പോൾ തീ അണച്ചു എന്ന് കരുതുന്ന മറുഭാഗത്ത് തീ വീണ്ടും പടരുന്നു എന്നതാണ് ആശങ്കയുണ്ടാക്കുന്നത്. എന്തായാലും ആർക്കും പരിക്കും മറ്റ് ജീവാവ്യവം മറ്റൊന്നും ഇല്ല എന്നാൽ ആശ്വാസം നിലനിൽക്കെ നഗരത്തിൽ, കോഴിക്കോട് നഗരമധ്യത്തിലാണ് ഇത്തരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായെന്നും വളരെ
വ്യാപനശേഷിയുള്ള തീപിടുത്തമാണ് ഉണ്ടായതെന്നും മാത്രമല്ല ഒരു വസ്ത്ര വ്യാപാര സ്ഥാപനത്തിലാണ് തീപിടിച്ചതെന്നും വലിയ ഗൗരവം ഉണ്ടാക്കുന്നു. മാത്രമല്ല തീ പടരാനുള്ള എല്ലാ സാധ്യതകളും ഒരു വസ്ത്ര വ്യാപാര മൊത്തവ്യാപാര സ്ഥാപനത്തിലാണ് തീപിടിച്ചത്. അതുകൊണ്ട് തന്നെ കൂടുതൽ തുണിത്തരങ്ങൾ അവിടെയുണ്ട്. ആ തുണിത്തരങ്ങൾക്ക് പിടിക്കുന്ന തീ വളരെ പൊടുന്നതിനെ കെടുത്താൻ കഴിയില്ല എന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ആശങ്കയാണ് ഇപ്പോൾ ഈ അഗ്നിരക്ഷാ സേനാ പ്രവർത്തകർക്കും തീ അണയ്ക്കുന്നവർക്കും സന്നദ്ധ പ്രവർത്തകർക്കും വ്യാപാരികൾക്കും ഉൾപ്പെടെയുള്ളത്. എന്തായാലും ആ ആശങ്കയ്ക്ക് അറുതി വരുത്താൻ കഴിയും വളരെ പൊടുന്നനെ തന്നെയെന്നാണ് ഇപ്പോൾ പോലീസും മറ്റ് ആളുകളും കരുതുന്നത്. കൂടുതൽ ഫയർ യൂണിറ്റുകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല കരിപ്പൂർ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കരിപ്പൂരിലെ പ്രത്യേക അഗ്നിശമന നിയന്ത്രണ വാഹനവും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരും ഈ തീ അണയ്ക്കൽ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ വ്യാപൃതരായിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട മറ്റുള്ള ആളപായമോ ആശങ്കപ്പെടുന്ന പരിക്കുകളോ ഒന്നും ആർക്കും ഉണ്ടായിട്ടില്ല എന്നതാണ് ഒരു സമയത്ത് ആശ്വസിക്കുമ്പോൾ ഈ തീ കൂടുതൽ ഇടങ്ങളിലേക്ക് പടരുമോ എന്ന ആശങ്ക മാത്രമാണ് ഈ ഘട്ടത്തിൽ ശേഷിക്കുന്നത്. മാത്രവുമല്ല നഗരമധ്യത്തിലാണ്. അത് ഇടങ്ങളിലൊക്കെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ വലിയ വ്യാപാര സ്ഥാപനങ്ങളും കെട്ടിട സമുച്ചയങ്ങളും ഒക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ആശങ്കയും ഈ ഉദ്യോഗസ്ഥർക്കും ജില്ലാ ഭരണകൂടത്തിനുമൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ നിയന്ത്രിക്കാൻ ഉതകുന്ന തരത്തിൽ ഇടപെടാൻ കഴിയും എന്ന തന്നെയാണ് ഈ ഘട്ടത്തിൽ കരുതുന്നത്. തീ അണയ്ക്കാനുള്ള എല്ലാ തരത്തിലുള്ള പശ്ചാത്തല ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ ആയിട്ടുള്ള അതിൻ്റെ എല്ലാ പശ്ചാത്തല ഭൗതിക സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്.